പാഠപുസ്തകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് LGS ലെവലുള്ള ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം, കുടുംബശ്രീ പദ്ധതി നിലവിൽ വന്ന വർഷം. ആൻസർ ഓപ്ഷൻ ബി ആണ് 1998. അടുത്ത ചോദ്യം PSC ഡിലീറ്റ് ചെയ്തതാണ്. ISROയുടെ ചെയർമാൻ ആരാണ്? നിലവിൽ ISROയുടെ ചെയർമാനാണ് S. സ്വാമിനാഥൻ. കേരളത്തിൽ പ്രതിശീർഷ വരുമാനം കൂടുതലുള്ള ജില്ല ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് എറണാകുളം. ടാനിൻ ഏത് വ്യവസായത്തിൽ നിന്ന് ലഭിക്കുന്ന ഉൽപ്പന്നമാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് കശുവണ്ടി. കോട്ടയ്ക്കൽ ശിവരാമൻ കഥകളിയുടെ ഏത് മേഖലയിലാണ് പ്രശസ്തനായത്? ആൻസർ ഓപ്ഷൻ എ ആണ് വേഷം. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സെഞ്ചുറി നേടിയ ഏക താരം? ആൻസർ ഓപ്ഷൻ സി ആണ് സച്ചിൻ ടെണ്ടുൽക്കർ. ലോക്സഭയിലേക്ക് ഒരു പ്രതിനിധിയെ മാത്രം അയക്കാൻ കഴിയുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം? ആൻസർ ഓപ്ഷൻ സി ആണ് 3. ഇന്ത്യയിലെ ആദ്യത്തെ ടെക്നോ പാർക്ക് സ്ഥിതി ചെയ്യുന്ന നഗരം? ആൻസർ ഓപ്ഷൻ എ ആണ് തിരുവനന്തപുരം. ഇന്ത്യൻ സ്പോർട്സിലെ ഗോൾഡൻ ഗേൾ എന്നറിയപ്പെടുന്നത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് PT ഉഷ. ഇന്ത്യയുടെ തെക്ക് ഭാഗത്ത് കിടക്കുന്ന അയൽ രാജ്യം? ആൻസർ ഓപ്ഷൻ ഡി ആണ് ശ്രീലങ്ക. നൈനിറ്റാൾ എന്ന ടൂറിസ്റ്റ് കേന്ദ്രം ഏത് സംസ്ഥാനത്തിലാണ്? ഈ ചോദ്യവും PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ആൻസർ ആയിട്ട് വരുന്നത് ഉത്തരാഖണ്ഡ് ആണ്. ഇന്ത്യൻ എയർലൈൻസിന്റെ ആസ്ഥാനം എവിടെ? ആൻസർ ഓപ്ഷൻ ബി ആണ് ന്യൂഡൽഹി. ത്രിപുരയുടെ ഔദ്യോഗിക ഭാഷ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് ബംഗാളി. ഇന്ത്യൻ അണുശാസ്ത്രത്തിന്റെ പിതാവ്? ആൻസർ ഓപ്ഷൻ എ ആണ് ഹോമി ജെ ഫാഫ. ഏറ്റവും അധികം കടൽ തീരമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് ഗുജറാത്ത്. ഫാഫ അറ്റോമിക് റിസർച്ച് സെന്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെ? ആൻസർ ഓപ്ഷൻ ബി ആണ് ട്രോംബെ, മുംബൈ. ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ച വർഷം? ആൻസർ ഓപ്ഷൻ ബി ആണ് 1975. ഇന്ത്യയിലെ ആദ്യത്തെ വർത്തമാന പത്രം? ആൻസർ ഓപ്ഷൻ ബി ആണ് ബംഗാൾ ഗസറ്റ്. ഇന്ത്യയുടെ ഉപഗ്രഹ വിക്ഷേപണ നിലയമായ ശ്രീഹരിക്കോട്ട ഏത് സംസ്ഥാനത്തിലാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് ആന്ധ്രാപ്രദേശ്. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് എവിടെ? ആൻസർ ഓപ്ഷൻ ഡി ആണ് മീററ്റ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ പ്രസിഡന്റ്? ആൻസർ ഓപ്ഷൻ സി ആണ് WC ബാനർജി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടന്റെ പ്രധാനമന്ത്രി? ആൻസർ ഓപ്ഷൻ ബി ആണ് ക്ലമന്റ് ആറ്റ്ലി. ആദ്യമായി ബ്രിട്ടീഷ് പാർലമെന്റിൽ അംഗമായ ഇന്ത്യക്കാരൻ? ഈ ചോദ്യവും PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ആൻസർ ആയിട്ട് വരുന്നത് ദാദാഭായ് നവറോജിയാണ്. സതി, ജാതി വ്യവസ്ഥ, ബാല്യവിവാഹം എന്നിവയ്ക്കെതിരെ സമരം നടത്തിയ പ്രസ്ഥാനം ഏതായിരുന്നു? ആൻസർ ഓപ്ഷൻ ബി ആണ് ബ്രഹ്മസമാജം. പാകിസ്ഥാൻ എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ച വ്യക്തി ആരാണ്? ഈ ചോദ്യവും PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. പാകിസ്ഥാൻ എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ച വ്യക്തിയാണ് റഹ്മത്ത് അലി. ഇന്ത്യയെ കണ്ടെത്തൽ എന്ന കൃതി രചിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് ജവഹർലാൽ നെഹ്റു. ജാലിയൻവാല ബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയത് ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ എ ആണ് ജനറൽ ഡയർ. വാഗൺ ട്രാജഡിയിൽ മരിച്ച ഭടന്മാർ ഏത് സമരത്തിൽ പങ്കെടുത്തവരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ഖിലാഫത്ത്. സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷമുള്ള ഇന്ത്യയിലെ പ്രധാന പ്രതിസന്ധി എന്തായിരുന്നു? ആൻസർ ഓപ്ഷൻ സി ആണ് വർഗീയ ലഹള. ഇന്ത്യയുടെ ദേശീയ കായിക ഇനം? ആൻസർ ഓപ്ഷൻ ഡി ആണ് ഹോക്കി. ഒന്നാം പഞ്ചവത്സര പദ്ധതി നിലവിൽ വന്ന വർഷം? ആൻസർ ഓപ്ഷൻ സി ആണ് 1951. മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ് സർദാർ വല്ലഭായ് പട്ടേൽ. ഗവർണറുടെ അഭാവത്തിൽ അദ്ദേഹത്തിന്റെ ചുമതലകൾ നിർവഹിക്കുന്നത് ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്.
മനുഷ്യാവകാശ സംരക്ഷണത്തിനായി പ്രവർത്തിക്കുന്ന ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ ആസ്ഥാനം? ആൻസർ ഓപ്ഷൻ ഡി ആണ് ലണ്ടൻ. ഇന്ത്യയിലെ പരമോന്നത സിവിലിയൻ ബഹുമതി ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് ഭാരതരത്നം. നൊബേൽ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ? ആൻസർ ഓപ്ഷൻ സി ആണ് രവീന്ദ്രനാഥ ടാഗോർ. രാജ്യത്തിന്റെ സർവ്വസൈന്യാധിപനും തലവനും ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് രാഷ്ട്രപതി. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം? ആൻസർ ഓപ്ഷൻ സി ആണ് ഇന്ത്യ. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് പ്രസിഡന്റ്. കേരളത്തിൽ ഒരു ജില്ലാ പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള ജലവൈദ്യുത പദ്ധതി? ആൻസർ ഓപ്ഷൻ സി ആണ് മീൻവല്ലം. ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള കേരളത്തിലെ നദി? ആൻസർ ഓപ്ഷൻ സി ആണ് പെരിയാർ. മലപ്പുറം ജില്ലയിൽ വരുന്ന മത്സ്യബന്ധന തുറമുഖം? ആൻസർ ഓപ്ഷൻ സി ആണ് പൊന്നാനി. താഴെ പറയുന്നതിൽ പാലക്കാട് ജില്ലയിലൂടെ ഒഴുകുന്ന നദി? ആൻസർ ഓപ്ഷൻ ബി ആണ് ഭവാനി. കേരളത്തിലെ മയിൽ സംരക്ഷണ കേന്ദ്രം? ആൻസർ ഓപ്ഷൻ സി ആണ് ചൂലന്നൂർ. മുല്ലപ്പെരിയാർ ഡാം ഉദ്ഘാടനം ചെയ്ത വർഷം? ആൻസർ ഓപ്ഷൻ ബി ആണ് 1895. അടുത്ത ചോദ്യം PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. കർണാടക തമിഴ്നാട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരള താലൂക്ക്? ആൻസർ ഓപ്ഷൻ സി ആണ് സുൽത്താൻ ബത്തേരി. ഒരു മരത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം? ആൻസർ ഓപ്ഷൻ സി ആണ് ചെന്തുരുണി. കേരളത്തിൽ ജനസംഖ്യ വളർച്ചാ നിരക്ക് ഏറ്റവും കുറവായ ജില്ല ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് പത്തനംതിട്ട. കേരളത്തിലെ സംഗീതജ്ഞനായ രാജാവ്? ആൻസർ ഓപ്ഷൻ എ ആണ് സ്വാതി തിരുനാൾ. കേരളത്തിലെ ഏറ്റവും വിസ്തീർണമുള്ള ജില്ല ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് പാലക്കാട്. ചാന്നാർ ലഹള എന്തിനു വേണ്ടിയായിരുന്നു? ആൻസർ ഓപ്ഷൻ ബി ആണ് മാന്യമായി വസ്ത്രം ധരിക്കുന്നതിനുള്ള അവകാശത്തിനായി. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ് കെ കേളപ്പൻ. ഹരിജനങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രക്ഷോഭം സംഘടിപ്പിച്ച നേതാവ് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് അയ്യങ്കാളി. പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് 1946. ചട്ടമ്പി സ്വാമികളുടെ ജന്മദിനം? ഈ ചോദ്യവും PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ആൻസർ ആയിട്ട് വരുന്നത് മെയ് 5 ആണ്. കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് വള്ളത്തോൾ നാരായണ മേനോൻ. ഗാന്ധിജിയുടെ ആദ്യ കേരള സന്ദർശനത്തിന്റെ ഉദ്ദേശം എന്തായിരുന്നു? ആൻസർ ഓപ്ഷൻ ബി ആണ് ഖിലാഫത്ത് സമര പ്രചരണം. 1957 കേരള നിയമസഭയുടെ മുഖ്യമന്ത്രി ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ ഡി ആണ് EMS നമ്പൂതിരിപ്പാട്. ആകാശത്തിന് നീല നിറത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസം? ആൻസർ ഓപ്ഷൻ എ ആണ് വിസരണം. ഉരുളുന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് യുറാനസ്. താഴെ പറയുന്നതിൽ ഏതിലാണ് തന്മാത്രകൾക്ക് ഏറ്റവും കൂടുതൽ ഗതികോർജമുള്ളത്? ആൻസർ ഓപ്ഷൻ ഡി ആണ് വാതകങ്ങളിൽ. ലെഡ് ലോഹം ആവർത്തന പട്ടികയിൽ ഏതു കുടുംബത്തിൽ ഉൾപ്പെടുന്നു? ആൻസർ ഓപ്ഷൻ ബി ആണ് കാർബൺ കുടുംബം. ശക്തമായ ഭൂമികുലുക്കത്തിന് തൊട്ടു മുൻപായി ഉണ്ടാകുന്ന ശബ്ദ തരംഗങ്ങൾ ഏത് തരത്തിലുള്ളതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് ഇൻഫ്രാസോണിക് തരംഗം. 100°C താപനില എത്ര ഡിഗ്രി ഫാരൻഹീറ്റിന് തുല്യമാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് 212. സ്വതന്ത്രമായി ഭൂമിയിലേക്ക് വീണുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന്റെ സ്ഥിതികോർജം താഴേക്ക് വീഴുന്നതിനനുസരിച്ച് ഓപ്ഷൻ എ കുറഞ്ഞു വരുന്നു. രാസവസ്തുക്കളുടെ രാജാവ് ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് സൾഫ്യൂരിക് ആസിഡ്. പ്രകാശം ഒരു സെക്കൻഡ് കൊണ്ട് വായുവിലൂടെ ഏകദേശം എത്ര ദൂരം സഞ്ചരിക്കും? ആൻസർ ഓപ്ഷൻ സി ആണ് 3 ലക്ഷം കിലോമീറ്റർ. ഒരു വസ്തുവിന് ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്നത് എവിടെ വെക്കുമ്പോഴാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ധ്രുവങ്ങളിൽ. ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് ത്വക്ക്.
ഡോട്ട്സ് ഏത് രോഗചികിത്സയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ സി ആണ് ക്ഷയം. എയ്ഡ്സിന് കാരണമായ സൂക്ഷ്മജീവി ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് വൈറസ്. കേരളത്തിലെ കുരുമുളക് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ആൻസർ ഓപ്ഷൻ സി ആണ് പന്നിയൂർ. ഏതു വിറ്റാമിന്റെ കുറവ് കൊണ്ടാണ് നിശാന്തത ഉണ്ടാകുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ് വിറ്റാമിൻ എ. അടുത്ത ചോദ്യവും PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടൽ വനങ്ങൾ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന കേരളത്തിലെ ജില്ല? ആൻസർ ഓപ്ഷൻ ഡി ആണ് കണ്ണൂർ. കേരളത്തിന്റെ നെല്ലറ എന്നറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ് കുട്ടനാട്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കടുപ്പം കൂടിയ വസ്തു ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ഇനാമൽ. ലോക പരിസ്ഥിതി ദിനം എന്നാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് ജൂൺ 5. ഇത്രയും 80 GK ആണ് അന്നത്തെ എക്സാമിന് ഉണ്ടായിരുന്നത്. താങ്ക് യു.